നമസ്കാരം, ദിയാസ് കിച്ചൻ നെടുമ്പലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വിഷു സ്പെഷ്യൽ റെസിപ്പിയാണ്. വിഷു ആയതുകൊണ്ട് തന്നെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട പാലട പായസമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ പാലട പായസം തയ്യാറാക്കി കഴിഞ്ഞാൽ ഒട്ടും ഫ്ലോപ്പ് ആകാതെ സദ്യയിൽ കിട്ടുന്ന പോലെ പിങ്ക് പാലട പായസം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി ആവശ്യമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. 250 ml കപ്പിൽ 1 കപ്പ് അട എടുത്തിട്ടുണ്ട്. ഇതൊരു 200 ഗ്രാം അടയുണ്ട്. അട എടുക്കുമ്പോൾ റൈസ് അട തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയാണ് ചേർക്കുന്നത്. 200 ഗ്രാം അടയ്ക്ക് ഒരു 450 മുതൽ 500 ഗ്രാം പഞ്ചസാര എടുക്കുകയാണെങ്കിൽ പാകത്തിനുള്ള മധുരം ഉണ്ടാവും. അതല്ല കുറച്ചും കൂടി മധുരം വേണമെന്നുണ്ടെങ്കിൽ 550 മുതൽ 600 ഗ്രാം പഞ്ചസാര വരെ ചേർക്കാം. പിന്നെ പാലും കൂടി ആവശ്യമായിട്ടുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞു തരാം. ഇന്ന് നമ്മൾ പാലട പായസം തയ്യാറാക്കുന്നത് കുക്കറിലാണ്. കുക്കർ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ കഴിയുന്നതും ചോറ് മാത്രം വെക്കുന്ന കുക്കറിൽ തയ്യാറാക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. നമ്മൾ കറികൾ അതായത് സാമ്പാറൊക്കെ തയ്യാറാക്കുന്ന കുക്കറിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ പാലല്ലേ ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ പിരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പോൾ അതെല്ലാം നമ്മളിപ്പോൾ കറി ഉണ്ടാക്കുന്ന കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നുണ്ടെങ്കിലും നല്ല ചൂടുവെള്ളത്തിൽ നല്ല കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ട് മാത്രമേ കുക്കർ എടുക്കാവൂ. ഇനി ഇതിലോട്ട് 2.5 ലിറ്റർ ഫുൾ ഫാറ്റ് പാലും 1/2 ലിറ്റർ വെള്ളം കൂടി ഒന്ന് ചേർത്ത് മിക്സാക്കി ഒഴിക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം പാല് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്, തിളച്ച് തുടങ്ങിയിട്ടില്ല. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിൽ കണ്ടൻസ് മിൽക്കൊന്നും ചേർക്കില്ല. എത്രയാണോ മധുരം ആവശ്യമുള്ളത് അതനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഇനിയും പാലും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. അപ്പോൾ ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചേക്കാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കി തിള വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ അതേ പാലിങ്ങനെ പൊങ്ങി തുടങ്ങുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക. അതിനുശേഷം ലിഡ് അടച്ചു കൊടുക്കുക. കഴിയുന്നതും ഏറ്റവും ചെറിയ ബർണറിലോട്ട് വെക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കുക്കർ എടുക്കുമ്പോൾ കുറച്ച് വലിയ കുക്കർ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കണേ. ഇനി ഒരു ലോ ഫ്ലെയിമിൽ ഒരു 40 മിനിറ്റ് പാല് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അതിനുശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് പിന്നെ ഒരു 20 മിനിറ്റ് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ലിഡ് ഓപ്പൺ ആക്കുമ്പോൾ മാത്രമേ കറക്റ്റ് ഒരു പിങ്ക് കളർ നമുക്ക് കിട്ടത്തുള്ളൂ. ഇങ്ങനെ പാല് വേവിച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ വിസിൽ വരാനുള്ള ചാൻസസ് ഉണ്ട്. വിസിൽ വന്നാലും കുഴപ്പമൊന്നുമില്ല. വിസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയമുണ്ടല്ലോ, അപ്പോൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം പിന്നെയും ഒരു ടോട്ടൽ 40 മിനിറ്റ് നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഞാനിപ്പോൾ ചെറിയ ബർണറിലോട്ട് മാറ്റുകയാണ്. 40 മിനിറ്റ് വേവിച്ചെടുക്കാം. നമുക്ക് അട വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു സോസ് പാനിലോട്ട് കുറച്ചധികം വെള്ളം ഇങ്ങനെ തിളക്കാനായിട്ട് വെക്കുക. വെള്ളം കുറഞ്ഞു പോകരുത്, കൂടിപ്പോയാലും കുഴപ്പമില്ല. വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ച് വന്നു കഴിഞ്ഞാൽ കഴുകി വെച്ചേക്കുന്ന അട ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫാക്കുക. ലിഡ് വെച്ച് അടച്ചതിന് ശേഷം 30 മിനിറ്റ് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇപ്പോൾ അട റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 30 മിനിറ്റ് ആയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. ഇപ്പോൾ നോക്കൂ, അട അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് ഇതിൽ വെള്ളം ഒന്ന് ഊറ്റി മാറ്റണം. അപ്പോൾ ഇതിൽ വെള്ളം ഒട്ടുമില്ല എങ്കിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് വെള്ളം ഊറ്റി മാറ്റിയതിന് ശേഷം 1-2 പ്രാവശ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം. ഇങ്ങനത്തെ ഒരു പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം 1-2 പ്രാവശ്യം ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കണേ. ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടയിൽ സ്റ്റാർച്ച് നന്നായിട്ടുണ്ടാവും. അത് മാറാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. അങ്ങനെ പാല് 40 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി പിന്നെ 20 മിനിറ്റ് അങ്ങനെയൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ലോ ബർണറിൽ വെച്ചുകൊണ്ട് തന്നെ വിസിൽ വന്നിട്ടില്ല. അതുകൊണ്ട് കുക്കർ നല്ല ക്ലീനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, പാലിൻ്റെ കളർ ഉണ്ടോ, മുന്നത്തെ കാട്ടിലും കുറച്ചൊരു കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അട ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം പാലും പഞ്ചസാരയും അടയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടണം. പിന്നെ വേറൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ അട അത്യാവശ്യം നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അട നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അട ഒന്നുകൂടി നന്നായിട്ട് വേവിച്ചതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ചേർക്കാവൂ. അട നന്നായിട്ടൊന്ന് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അട വേകില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഇപ്പം നമ്മൾ എടുക്കുന്ന ഓരോ അട അനുസരിച്ചിരിക്കും. ഇപ്പം ഞാൻ എടുത്ത അട എന്ന് പറയുന്നത് ആ ഒരു 30 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചപ്പോൾ തന്നെ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. കാരണം നമ്മൾ ആ പഞ്ചസാരയിൽ ഇട്ട് കഴിഞ്ഞാൽ അട പിന്നെ വേകില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇതിലോട്ട് ഒരു ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർത്തെടുക്കുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇതുപോലെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്.
പാലട നമുക്ക് പല രീതിയിൽ തയ്യാറാക്കാം. ഒന്നുകിൽ കാരമലൈസ് ചെയ്ത് പാലട തയ്യാറാക്കാം. ഇതിന് മുന്നേ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾക്ക് വേണമെങ്കിൽ കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കാം. ഇതെന്ന് പറയുന്നത് വേറെ ഒന്നും ചേർക്കാതെ പാലും പഞ്ചസാരയും അടയും മാത്രമാണ് ഇതിൽ ചേർക്കുന്നത്. ഇതാണ് ട്രഡീഷണൽ രീതിയിൽ പാലട തയ്യാറാക്കുന്നത്. ഇത് കുക്കറിലിടാതെ നമ്മൾ ഉരുളിയിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൈയെടുക്കാതെ തന്നെ ഇങ്ങനെ ഇളക്കിയിരിക്കണം. അതാണ് കുറച്ചൊരു ബുദ്ധിമുട്ടെന്നുള്ളത്. ഇത് കുക്കറിലായതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ ഒരു 40 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതുപോലെ നല്ല തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കുക. അപ്പോൾ ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുറുക്കിയെടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോൾ അടുത്ത് തന്നെ നിൽക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ കുക്കറാണെങ്കിൽ പെട്ടെന്ന് തൂകി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ കുറച്ച് സമയം ആകുമ്പോൾ തന്നെ പാലിൻ്റെ കളർ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഇപ്പോൾ ദേ നോക്കൂ, മുന്നത്തെ കാട്ടിൽ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതനുസരിച്ചിട്ട് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇളക്കി ഈ ഒരു രീതിയിലൊന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മുതൽ 25 മിനിറ്റ് എടുക്കും ഈ ഒരു പരുവത്തിന് കിട്ടാനായിട്ട്. മധുരം നോക്കാം. മധുരം കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ചേർക്കണം. ഞാൻ നോക്കിയപ്പോൾ മധുരം പാകത്തിനുണ്ട്. അത്യാവശ്യം നല്ല മധുരമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പാലടയുടെ കളർ നോക്കൂ, നല്ല പെർഫെക്റ്റ് കളറായി കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കാരമലൈസ് ഒന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ കണ്ടൻസ് മിൽക്കും ചേർത്തിട്ടില്ല. ഈ ഒരു ടേസ്റ്റ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ കണ്ടൻസ് മിൽക്ക് ചേർത്താലോ അല്ലാന്നുണ്ടെങ്കിൽ കാരമലൈസ് ചേർത്താലോ ഒന്നും കിട്ടില്ല കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. പിന്നെ ഇതിൽ പാലെടുക്കുമ്പോൾ ഫുൾ ഫാറ്റ് പാൽ തന്നെ എടുക്കണേ. എന്നാൽ മാത്രമേ ആ ഒരു കൺസിസ്റ്റൻസി കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മുടെ പാലട പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ പായസത്തിൻ്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഫോട്ടോയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഉരുളിയിലോട്ട് മാറ്റുന്നുണ്ട്. അങ്ങനെ സദ്യ സ്പെഷ്യൽ പിങ്ക് പാലട നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ കണ്ടോ, ആ ഒരു കറക്റ്റ് ഒരു പിങ്ക് കളർ തന്നെ കിട്ടിയിട്ടുണ്ട്. സദ്യയിലൊക്കെ കിട്ടുന്ന ആ ഒരു കൺസിസ്റ്റൻസി ആട്ടോ. വളരെ ടേസ്റ്റിയുള്ള പായസമാണ്. തീർച്ചയായിട്ടും ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ ഗ്യാസിൻ്റെ ഒക്കെ ഷോർട്ടേജ് ആയതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ പായസം തയ്യാറാക്കണമെന്ന്. ഇത് ഒരു ലോ ഫ്ലെയിമിലല്ലേ വെക്കുന്നത്, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പാലട പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ പപ്പടത്തിനെക്കാട്ടിലും ഇതുപോലെ ചെറുപഴമാണ്. ചെറുപഴവും പായസം കൂടി ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ പറ്റുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ സപ്പോർട്ട് ചെയ്തേക്കണേ. എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസിക്കുന്നു. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. ഇതുപോലെ വേറെ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്